ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീടും തൊടിയിലേക്ക് സ്വാഗതം. പല വിളകൾക്കും ഇപ്പോൾ വില തകർച്ച നേരിടുന്ന ഈ സമയത്ത് പോലും നമ്മുടെ വീട്ടമ്മമാർക്ക് സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം ലഭിച്ചു കൊടുക്കുന്ന ഒരു വിളയാണ് കാന്താരി. അപ്പോൾ ഈ കാന്താരി നോക്കണമെങ്കിൽ നമ്മൾക്ക് ഏകദേശം 3 സെൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു 200 കിലോളം നമുക്ക് നല്ല രീതിയിൽ പരിപാലിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉൽപ്പാദിക്കാൻ പറ്റും. അതേമാതിരി തന്നെ അധികം നിലം വേണ്ടി വരില്ല, പിന്നെ കൂടുതൽ പരിപാലനവും വേണ്ടി വരില്ല. കാരണം ഇതിന് ചാണകമോ അല്ലെങ്കിൽ ബയോസ്ലറിയോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല വിളവ് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതേമാതിരി തന്നെ ഒരുപാട് ഇതിൽ നിന്ന് ഉൽപ്പാദിക്കാനും പറ്റും. ഏകദേശം നമ്മൾ 6 മാസം കഴിഞ്ഞാൽ നമുക്ക് വിളവെടുക്കാം. അതേമാതിരി വിളവെടുത്ത് കഴിഞ്ഞാലും 15 ദിവസം കൂടുന്തോറും നമുക്ക് പുതിയ മുളകുകൾ ഉണ്ടാവുകയും അതിൽ നിന്ന് നമുക്ക് സ്ഥിര വരുമാനം ലഭിക്കുകയും ചെയ്യും. കേരളത്തിലും മേഘാലയയിലുമാണ് ഏറ്റവും കൂടുതൽ കാന്താരി ഉൽപ്പാദിക്കുന്നത്. പക്ഷേ ഇങ്ങനെയാണെങ്കിലും നമ്മുടെ സംസ്ഥാനങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇപ്പോഴും കാന്താരി എല്ലാ സമയത്തും വിപണിയിൽ ലഭ്യത ഉണ്ടാവില്ല. ഇപ്പോൾ വലിയ ഹോട്ടലുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കാന്താരി ചിക്കൻ എന്ന് പറയുന്ന ഡിഷ് ഭയങ്കര ഖ്യാതി നേടിക്കൊണ്ടിരിക്കുകയാണ്. നോർത്ത് ഇന്ത്യയിൽ ഇത് ഏറ്റവും ഡിമാൻഡുള്ള ഒരു ഡിഷാണ്. അപ്പോൾ ഇതിനെ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കാന്താരിയാണ്. അപ്പോൾ കാന്താരി എന്ന് പറയുന്നത് ഇത് മാത്രമല്ല, ഇതിന് ഒരുപാട് മെഡിസിനൽ യൂസസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള മരുന്നുകളിലും പിന്നെ അനൽജസിക്കിലും ഒക്കെ ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വരും ദിവസങ്ങളിൽ നല്ല ഡിമാൻഡ് ഉണ്ടാവും. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് പലരും ഇപ്പോൾ ഇതിൻ്റെ കൃഷിയിലേക്ക് ഇറങ്ങി തുടങ്ങി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു ന്യൂസിൽ കണ്ടു, ഒരു സ്റ്റുഡൻറ്റ് ഈ കൊറോണ സമയത്തിൽ അയാൾ കുറേ ചെടികൾ ഉണ്ടാക്കി ഉൽപ്പാദിച്ച് അത് മറ്റുള്ളവർക്ക് വിതരണം ചെയ്ത് തന്നെ ലക്ഷാധിപതിയായി. അപ്പോൾ ഇതിൻ്റെ ഡിമാൻഡ് അപ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങളിപ്പോൾ മനസ്സിലാകാം. അപ്പോൾ ഇത് ഈ ഇത്തിരി കുഞ്ഞൻ നിസ്സാരക്കാരനല്ല, നല്ല എരിവുള്ളതും അതേപോലെ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്നതും നല്ല ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു മുളകുമാണ് നമ്മുടെ ഈ കാന്താരി. അപ്പോൾ ഈ കാന്താരി എങ്ങനെ നമുക്ക് കൃഷി ചെയ്യാം, അതേപോലെ തന്നെ എങ്ങനെ പരിപാലിക്കാം എന്നൊക്കെ, അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. കാന്താരിക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ക്യാപ്സിനോയിഡ്സ് രക്തക്കുഴലിനെ വികസിപ്പിക്കുകയും അതേപോലെ തന്നെ രക്തചംക്രമണം കൂട്ടാനും സഹായിക്കും. ഹൃദ്രോഗമുണ്ടാക്കുന്ന ട്രൈഗ്ലിസറൈഡ്സിൻ്റെ അധിക ഉൽപ്പാദനത്തെ നിയന്ത്രിക്കാനും അതേപോലെ തന്നെ ശരീരത്തിലെ മോശം കൊളസ്ട്രോളിനെ ഇത് നിയന്ത്രിക്കാനും ഇത് സഹായിക്കും. ഇത് ഒരു വൈറ്റമിൻ സിയുടെ കലവറ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഇതിന് കഴിയും. ധാരാളം എരിവ് ഉള്ളതിനാൽ ഇത് ഉമിനീര് പോലുള്ള ദ്രാവകങ്ങളെ ഉദ്ദീപിപ്പിക്കുകയും അതേപോലെ തന്നെ ദഹന പ്രക്രിയയെ സഹായിക്കുകയും ചെയ്യും. അധികം ആരും ശ്രദ്ധിക്കാതെ കാന്താരിക്ക് ഒരു ഉപയോഗമുണ്ട്. കാന്താരിയുടെ ഇല മുറിവ് ഉണക്കാൻ കഴിവുള്ളതാണ്. ഇതിൻ്റെ ഇല അരച്ച് മുറിവിൽ പുരട്ടിയാൽ പെട്ടെന്ന് തന്നെ മുറിവ് ഉണങ്ങും. ഇതുകൂടാതെ ജൈവ കീടനാശിനി ഉണ്ടാക്കാനും നമുക്ക് കാന്താരി ഉപയോഗിക്കാം. വിത്തിട്ട് മുളപ്പിക്കുകയോ അതോ തൈകൾ നട്ടോ നമുക്ക് കാന്താരി കൃഷി ചെയ്യാം. ഇതല്ലാതെ കാന്താരി നമ്മുടെ പറമ്പിൽ ശക്തിയായി വളരാറുണ്ട്. കിളികൾ കാഷ്ടിച്ച് പ്രകൃതിയിൽ ഇത് സ്വാഭാവിക രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട്. ഇതിന് നല്ല രോഗപ്രതിരോധ ശേഷിയും അതുപോലെ തന്നെ നല്ല കായ്ഫലവും ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ വളരുന്ന തൈകളുടെ തണ്ട് മുറിച്ച് നമുക്ക് മാറ്റി നടാം. ഇങ്ങനെ നമുക്ക് ഒരുപാട് നല്ല തൈകൾ ഉണ്ടാക്കാം. ഇത് ഞാൻ കമ്പ് നട്ട് പിടിപ്പിച്ച ഒരു മുളക് തൈയാണ്. നിറച്ച് പൂത്ത് നിൽക്കുകയാണ്. പിന്നെ നമ്മൾ മൂട് പിടിച്ച് കഴിഞ്ഞിട്ട് വളം കൊടുത്താൽ മതി. അത് ജൈവവളം കൊടുത്താൽ മതി. പ്രത്യേകിച്ച് പരിഗണനയൊന്നും വേണ്ട. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ് ഒടിക്കുമ്പം തന്നെ ആ പച്ചയോടെ തന്നെ കുഴിച്ച് മണ്ണി വെക്കണം. പിന്നെ മൂട് പിടിച്ച് കിട്ടുന്നിടം വരെ 2 നേരമെങ്കിലും വെള്ളം തളിച്ച് കൊടുക്കണം. ഒരുപാട് ഒഴിക്കണ്ട. നനവ് മണ്ണിനകത്ത് നിൽക്കണം. മണ്ണിലോ ഗ്രോ ബാഗിലോ എന്തിലാന്ന് വെച്ചാൽ ആ നനവ് കിട്ടണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. കാന്താരിക്ക് കാര്യമായിട്ട് ഒരു പരിചരണവും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് സ്വാഭാവികമായിട്ട് തന്നെ വളർന്നു വരുന്നതാണ്. വളമൊന്നും കൊടുക്കാതെ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഇതിന് വിളവ് കിട്ടാറുണ്ട്. എന്നാൽ തന്നെയും നമുക്ക് ചാണക സ്ലറിയോ അതോ മീൻ കഴുകിയ വെള്ളമോ അല്ലെങ്കിൽ ഫിഷ് അമിനോ ആസിഡോ ഇട്ട് കൊടുത്താൽ നല്ല വിളവ് ലഭിക്കും. ഈ ഫിഷ് അമിനോ ആസിഡും ബയോസ്ലറിയൊക്കെ എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ എൻ്റെ സ്ക്രീനിലോ പോയാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്.
കാന്താരിക്ക് രോഗമൊന്നും പ്രത്യേകിച്ച് ഉണ്ടാവാറില്ല. പക്ഷേ ഇലകുരുടിപ്പും പിന്നെ മുഞ്ഞയുമാണ് ഇതിൻ്റെ വില്ലൻ. ഇലകുരുടിപ്പിനെ മറികടക്കാൻ നമുക്ക് പുളിപ്പിച്ച കഞ്ഞിവെള്ളം നേർപ്പിച്ച് തളിച്ചു കൊടുക്കാവുന്നതാണ്. തലേ ദിവസത്തെ കഞ്ഞിവെള്ളം നമ്മൾ വെള്ളവുമായിട്ട് നേർപ്പിച്ച് ഒഴിച്ചു കഴിഞ്ഞ് ഇത് നല്ല രീതിയിൽ കുരുടിപ്പ് മാറാനും അതേമാതിരി തന്നെ നല്ല രീതിയിൽ വളർന്നു വരാനുള്ള ഒരു മാർഗവുമാണ്. മുഞ്ഞയ്ക്ക് പ്രതിവിധി ശരിക്കും പറഞ്ഞാൽ കാന്താരി തന്നെയാണ്. കാരണം കാന്താരി നമ്മൾ ഒരു പിടി അരച്ച് വേപ്പെണ്ണയായിട്ട് ചേർത്ത മിശ്രിതം കുറച്ച് സോപ്പുമായിട്ട് കലർത്തി വെച്ചിട്ട് അതിലൊരു 3 ml സൊല്യൂഷൻ 1 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ചിട്ട് നമ്മൾ കാന്താരിയുടെ ഇലകളുടെ താഴെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മുഞ്ഞയും മറ്റ് കീടങ്ങളെയും നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും. ഒരു റെഡാണ് കളറ്, റെഡായി ഇരുന്നപ്പോളെ എൻ്റെ അമ്മ പറിച്ചപ്പോൾ ഞാൻ അറിയാതെ തട്ടിപ്പോയി. നല്ല എരിയുണ്ട്. അപ്പോൾ ഏറെ ഗുണമേന്മയുള്ളതും ആരോഗ്യപ്രദവും അതേമാതിരി വരുമാന മാർഗവുമായിട്ടുള്ള ഈ കാന്താരി നമ്മൾ കൃഷി ചെയ്യുക. നമ്മളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ കുറച്ച് മാർഗ്ഗങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു തന്നു. നിങ്ങൾക്ക് ഇത് നോക്കാം. നിങ്ങൾക്കും ചില മാർഗ്ഗങ്ങളുണ്ടാവും നല്ല രീതിയിൽ കൃഷി ചെയ്യാനും അതേമാതിരി തന്നെ നല്ല രീതിയിൽ മുളക് വളർത്താനും. നിങ്ങളുടെ കമൻസും നിങ്ങളുടെ വാക്കുകളൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഗുഡ് ബൈ.